മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് നാം കാര്യങ്ങൾ നിർവഹിക്കുന്നത്. മാസം കണ്ടാൽ നോമ്പ് നോക്കുക, മാസം കണ്ടാൽ പെരുന്നാളാക്കുക. എവിടെ കാണണം, എങ്ങനെ കാണണം? ലോകത്ത് എവിടെ കണ്ടാലും കണ്ടിട്ടുണ്ട് എന്ന ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച തന്നെയാണ് യഥാർത്ഥമായ കാഴ്ച. ഈ വിഷയത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം രാജ്യങ്ങളും ഇന്ന് 3 ദുൽഹജ്ജ്, അവർക്ക് അറഫ വ്യാഴാഴ്ചയാണ്, പെരുന്നാള് വെള്ളിയാഴ്ചയും ആണ്. അതെ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും UAE, ഖത്തർ, ബഹ്റൈൻ, അതിനേക്കാൾ വലിയത് ഒമാനിലും ഇതാണ് കാര്യം. തിരുവനന്തപുരത്ത് മാസം കണ്ടാൽ, കണ്ണൂര് മാസം കണ്ടാൽ തിരുവനന്തപുരത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഒമാനിന് മാസം കണ്ടാൽ കണ്ണൂർ എടുത്തുകൂടാ? കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ 1.25 മണിക്കൂർ യാത്ര ചെയ്യണം തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ. കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ 3 മണിക്കൂർ യാത്ര ചെയ്താൽ മതി ഒമാനിലെത്താൻ. എങ്കിൽ എന്തുകൊണ്ട് ഒമാനിന്റെ മാസപ്പിറവി കേരളക്കാർക്ക് അംഗീകരിച്ചുകൂടാ? തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക, ഈ വിഷയത്തിൽ സെലഫി ഗ്രൂപ്പുകൾ, മുജാഹിദ് ഗ്രൂപ്പുകൾ, 2 ഗ്രൂപ്പുകൾ അടിസ്ഥാനപരമായി ഉണ്ട്. 3ാമത്തെ ഗ്രൂപ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ ബാത്തിലാക്കിയ ഭൂരിപക്ഷ ഷീഈ ഗ്രൂപ്പ്, അതേപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹിയെ ബാത്തിലാക്കിയ ന്യൂനപക്ഷ ഖാദിയാനി ഗ്രൂപ്പ്. അവർ 2ആളെയും നാം പരിഗണിക്കേണ്ടതില്ല. അവർ കൊടിയ കാഫിരിങ്ങളും മുശ്രിക്കുകളുമാണ്. അവർ മാസം കാണുന്നുണ്ടോ ഇല്ലേ നമുക്ക് വിഷയമല്ല. അവർ പെരുന്നാളാക്കുന്നുണ്ടോ നോമ്പാക്കുന്നുണ്ടോ നമുക്ക് വിഷയമല്ല. നമുക്ക് വിഷയം അഹ്ലുസുന്ന മാത്രമാണ്. തീർച്ചയായിട്ടും ഇവിടെയുള്ള മുജാഹിദ് ഗ്രൂപ്പുകൾക്കും സലഫി ഗ്രൂപ്പുകൾക്കും ഒത്തൊരുമിച്ചിരുന്ന് ഒമാനിലെ മാസപ്രഖ്യാപനം അനുസരിച്ച് സൗദി അറേബ്യയോട് യോജിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കേരളക്കാർ ദുബായിലുണ്ട്, നമ്മുടെ കേരളക്കാർ ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്. അവരാടും നമ്മളോട് നമ്മൾ പറയാറില്ല നമ്മളെ മാസം ഇങ്ങനെയാണ് നിങ്ങളും അങ്ങനെയാണെന്ന് പറയാറില്ല. അവരും സൗദി അറേബ്യ പരിഗണിച്ചുകൊണ്ടാണ് ദുബൈയിൽ നമ്മളെ കേരളക്കാർ പെരുന്നാളാക്കുന്നത്. അതേപോലെ തന്നെ ഒമാനിന് പിന്നെ ഖത്തറിലും ബഹ്റൈനിലും പെരുന്നാളാക്കുന്നത് അവർ സൗദി അറേബ്യ പരിഗണിച്ചുകൊണ്ടാണ്. കേരളത്തിന് മാത്രം ഇവിടുത്തെ ഷീഈ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ, ഖാദിയാനി ന്യൂനപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ എന്താവശ്യത്തിനാണ് ഈ അയൽപക്ക ബന്ധം? അപകടകരമായ അയൽപക്ക ബന്ധമാണ്.